എല്ലാ സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമാകും. അപ്പോൾ നമ്മുടെ മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ എമ്പുരാൻ്റെ ആരാധകർ ആഹ്ലാദിക്കാനുള്ള വകയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നടന്നത്. അതായത് അവരുടെ നിർമ്മാണ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദമായിരുന്നു. അപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസിലെ ചില ഇഷ്യൂസ് കാരണം അവർ പിൻവാങ്ങുന്നു എന്നുള്ള വാർത്തകൾ 2-3 ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ പകരം ആരും റിലീസ് പ്രഖ്യാപിച്ചത് 27-ാം തീയതിയാണ്. അത് നീട്ടേണ്ടി വരുമോ എന്നുള്ള ഒരു ടെൻഷനിലൊക്കെ ആയിരുന്നു ആരാധകർ. അപ്പോൾ അവർക്ക് തൃപ്തിയായിട്ടുണ്ട്. നിർമ്മാണത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ഗോകുലം ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ സംസാരിക്കാം. സിനിമാ പ്രേമികളെ ആവേശത്തിലാക്കി എമ്പുരാൻ്റെ ഏറ്റവും പുതിയ പോസ്റ്റർ പങ്കുവെച്ച് പൃഥ്വിരാജ് സുകുമാരൻ. അതിങ്ങനെയാണ്: നിങ്ങളുടെ ഏറ്റവും വലിയ ഉയർച്ചയുടെ നിമിഷത്തിൽ സൂക്ഷിക്കുക, അപ്പോഴാണ് പിശാച് നിങ്ങളെ തേടി വരുന്നത് എന്നൊരു വാചകവും പോസ്റ്റിനൊപ്പം നമുക്ക് കാണാം. പിശാച് പ്രയോഗിച്ച ഏറ്റവും വലിയ വിദ്യ അവൻ ജീവിച്ചിരിപ്പില്ല എന്ന് ലോകത്തെ വിശ്വസിപ്പിച്ചതാണ് എന്ന ഒരു അടിക്കുറിപ്പോടെയാണ് ഈ പോസ്റ്റർ പങ്കുവച്ചിട്ടുള്ളത്. 3 വർഷം മുമ്പ് എമ്പുരാന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്ന സമയത്തും പൃഥ്വിരാജ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച ലൂസിഫറിലെ മോഹൻലാലിന്റെ ഒരു ചിത്രത്തിനും ഇതേ വാക്കുകളാണ് നൽകിയത്. ചിത്രത്തിന്റെ പ്രമേയവുമായി ബന്ധപ്പെടുത്തി പൃഥ്വിരാജ് ഉപയോഗിച്ച ഈ വാക്കുകൾ ചിത്രത്തിൽ പ്രതീക്ഷിക്കാമോ എന്ന് താഴെ ആരാധകർ എഴുതി ചോദിക്കുന്നുണ്ട്. 3 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയുടെ ട്രെയിലർ ഉടൻ പുറത്തു വരുമെന്നാണ് റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടാതെ ട്രെയിലറിന് ശേഷം മോഹൻലാലും പൃഥ്വിരാജും ഒരുമിച്ചുള്ള അഭിമുഖം അടക്കമുള്ള പ്രൊമോഷൻ പരിപാടികളും ഇതിനോടകം വരാനുണ്ട്. മാർച്ച് 27-ന് രാവിലെ 6 മണിക്ക് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എമ്പുരാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൂടാതെ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറി പകരം നമ്മുടെ ഗോകുലം ഗോപാലൻ നിർമ്മാതാവിൻ്റെ റോളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവും ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എമ്പുരാൻ്റെ നിർമ്മാണത്തിലും വിതരണത്തിലും പങ്കാളിയായതിന് പിന്നാലെ പ്രതികരണമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. തർക്കങ്ങൾ തീർത്ത് നല്ലതിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ പ്രഖ്യാപിച്ച മാർച്ച് 27-ന് തന്നെ സിനിമ റിലീസ് ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നല്ലൊരു സിനിമ അതിൻ്റെ സാങ്കേതിക മികവ് കൊണ്ടും നിർമ്മാണ പാഠകം കൊണ്ടും മികച്ചതായി നിൽക്കുമ്പോൾ ഏതൊരു പ്രതിസന്ധി വന്നാലും അത് അപ്രപാളികളിൽ എത്തിക്കാൻ വൈകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. തർക്കങ്ങൾ തീർത്ത് നല്ല ഇതിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം ഉണ്ടെന്നും പറയുന്നു. സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന എമ്പുരാൻ തീരുമാനിച്ച തീയതിയിൽ തന്നെ റിലീസ് ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലും ഒരു ഗ്ലോബൽ റിലീസാണ് ചിത്രം വരുന്നത്. അതായത് ഓരോ രാജ്യത്തെ പ്രത്യേകത അനുസരിച്ച് ഇന്ത്യയിലാണെങ്കിൽ അത് 6 മണിക്ക് രാവിലെ 6 മണിക്ക് റിലീസ് ചെയ്യും. മറ്റുള്ള സ്ഥലത്ത് അവിടുത്തെ രാവിലത്തെ സമയം നോക്കിയിട്ടാണ് റിലീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 3 ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ 2ാം ഭാഗമാണ് എമ്പുരാൻ. ഖുറേഷി അബ്രഹാം, സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത് സുകുമാർ, അതുകൂടാതെ ഇവരൊക്കെ നമ്മുടെ ലൂസിഫറിലുണ്ട്. അതുകൂടാതെ ലൂസിഫറിൽ ഇല്ലാത്ത ആളുകൾ ഉണ്ട് ഇതിൽ. അതായത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടും എല്ലാം ഉണ്ട് ഇതിൽ. അതുകൂടാതെ ചില വിദേശ താരങ്ങളും ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് മാർച്ച് 27-ന് കാണാം. ബാക്കി കാര്യങ്ങൾ അപ്പോൾ പറയാം.